ക്രിസ്തുമതത്തിൽ ചേർന്ന് രാജാവിനെയും അദ്ദേഹം ആരാധിക്കുന്ന ദേവന്മാരെയും ബ്രാഹ്മണരെയും നിന്ദിക്കുകയും പൂജാവിധികളിലും പുരാണ ഇതിഹാസങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിക്കുകയും രാജ്യത്ത് സമാധാന വിഘ്നം ഉണ്ടാക്കുകയും ചെയ്തതിനാൽ നീലകണ്ഠന് മരണശിക്ഷ വിധിച്ചുകൊണ്ട് മഹാരാജാവ് തിരുമനസ് കൽപ്പനയാകുന്നു. ഡിലനായി വടക്കൻകുളം ഇടവകയുടെ വികാരിയായിരുന്ന പരംജ്യോതി നാഥൻ എന്ന അപരനാമധാരിയായിരുന്ന ഫാദർ ബുഗ്ദാരി SJ അടുത്തേക്ക് ഈ വിഷയം സംബന്ധിച്ച് ഒരു കത്ത് നൽകി നീലകണ്ഠപിള്ളയെ അയച്ചു. ബഹുമാന്യ പുരോഹിത, ആരുടെയും പ്രേരണ കൊണ്ടല്ല ഞാൻ ക്രിസ്ത്യാനിയാവുന്നത്. ഇതെന്റെ മനസ്സിന്റെ തീരുമാനം മാത്രമാണ്. എനിക്കറിയാം ഇത് ദൈവഹിതമാണെന്ന്. 1745 മെയ് മാസം 14-ാം തീയതി വടക്കംകുളം ദേവാലയത്തിൽ വച്ച് ഫാദർ ബുട്ടാരി SJ നീലകണ്ഠപിള്ളയെ മാമോദിസ നൽകി ക്രിസ്തുവിന്റെ മൗലിക ശരീരത്തിലെ അംഗമാക്കി. നീലകണ്ഠപിള്ള എന്ന പഴയ പേര് മാറ്റി ലാസറസ് അഥവാ ദേവസഹായം എന്ന പുതിയ പേര് നൽകി. ദേവസഹായത്തെ വേദോപദേശങ്ങളും ജപങ്ങളും പഠിപ്പിച്ച ജ്ഞാനപ്രകാശം പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പൻ. കുറച്ചു നാളുകളായി താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന് കരുതിയിരുന്നു. എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യം? പ്രഭു, പറഞ്ഞോളൂ. പത്മനാഭപുരത്ത് ഒരു പള്ളി പണിയാൻ ഭൂമി ദാനം നൽകാമെന്ന് കൊട്ടാരം കനിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് തേക്ക് മരങ്ങൾ നൽകാൻ അനുമതി ലഭിച്ചാൽ വലിയ സന്തോഷമായിരിക്കും. കീഴ്ജാതിക്കാരുടെ പള്ളി പണിയുന്നതിന് എന്താണ് ഇത്ര താല്പര്യം? ഞാൻ നിങ്ങളെക്കുറിച്ച് ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ? നിങ്ങൾ വെള്ളക്കാരന്റെ മതം സ്വീകരിച്ചെന്നും അവരോടൊപ്പം ആ അശുദ്ധ മതം പ്രചരിപ്പിക്കുവാൻ ഊരു ചുറ്റുന്നു എന്നത് ശരിയാണോ? അങ്ങ് കേട്ടത് ശരി തന്നെയാണ്. ഞാനിപ്പോ നീലകണ്ഠപിള്ളയല്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ച ദേവസഹായമാണ്. നാട് മുഴുവനും ശ്രീപത്മനാഭനിൽ ലയിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനി പട്ടം കെട്ടി കീഴ്ജാതിക്കാർക്കൊപ്പം നടന്നാൽ അത് തിരുമനസിന്റെയും കൊട്ടാരത്തിന്റെയും മുഖത്ത് കരിവാരി പൂശുകയല്ലേ? മഹാരാജാവിനെ ഒരിക്കലും ഞാൻ അപമാനിച്ചിട്ടില്ല. അദ്ദേഹത്തോടുള്ള എന്റെ സ്നേഹം അചഞ്ചലമാണ്. എന്നാൽ എന്റെ രക്ഷകനും നാഥനുമായി യേശുവിൽ വിശ്വസിക്കുവാനും അവനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്നും ആർക്കും എന്നെ തടയാനാവില്ല. വഞ്ചക, മര്യാദകൾ മറികടന്ന് പൂജാവിധികളിലും വേദപുരാണങ്ങളിലുമുള്ള വിശ്വാസത്തെ തകർക്കുന്നു. നിന്നെയും നിന്റെ കൂടെയുള്ള ഓരോ ക്രിസ്ത്യാനിയെയും ചാട്ട കൊണ്ടടിച്ച് ഞാൻ തിരിച്ചു കൊണ്ടുവരൂ. ഇവിടെ നീലംപിള്ളെ, മഹാരാജാവ് കൽപ്പിച്ച തിരുവിതാംകൂർ നിയമങ്ങൾ ലംഘിച്ച് മുക്കുവന്റെയും വെള്ളക്കാരന്റെയും നീച മതം മാറി ശുദ്ധിയും വൃത്തിയുമില്ലാതെ ഊരു ചുറ്റുന്ന കീഴ്ജാതികളോടൊപ്പം തങ്ങിയും നടന്നും ഭക്ഷണം കഴിച്ചു. നീ മഹാരാജാവിന്റെ കൽപ്പനകളെയും ഞങ്ങളെയും അവഗണിച്ച് അപമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ അറിഞ്ഞ സത്യദൈവത്തെ സ്വീകരിച്ചതോ? നീചജാതികളെന്ന് നിങ്ങൾ വിളിക്കുന്ന മനുഷ്യരോടൊപ്പം കഴിഞ്ഞതോ? ഇതിലേതാണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ യേശുദേവന്റെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നു. അവനാണ് എന്റെ രാജാവും രക്ഷകനും. അവന്റെ രാജ്യത്തിൽ വലിയവനും ചെറിയവനുമില്ല. ക്രിസ്തുമതമെന്ന വിഷം കോട്ടയ്ക്കുള്ളിൽ വന്ന് ചീറ്റുന്നു. ഉപദേശത്തിന് മുതിർന്നാൽ നിന്റെ നാവർതെറിയും. ഇവൻ പ്രചരിപ്പിച്ച വിഷവാക്കുകൾ മാറ്റി പറയുമല്ലോ. ചാട്ട കൊണ്ടടിച്ചവന്റെ തൊലിയൊരിയുവാൻ ഞാൻ കൽപ്പനയിടുന്നു. ക്രിസ്തുമതത്തിൽ ചേർന്ന് രാജാവിനെയും അദ്ദേഹം ആരാധിക്കുന്ന ദേവന്മാരെയും ബ്രാഹ്മണരെയും നിന്ദിക്കുകയും പൂജാവിധികളിലും പുരാണേതിഹാസങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിക്കുകയും നാട്ടിൽ സമാധാന വിഘ്നമുണ്ടാക്കുകയും ചെയ്തതിനാലും നാളിതുവരെയുള്ള ശിക്ഷാവിധികളിൽ മനംമാറ്റമുണ്ടാകാതെ താൻ വിശ്വസിക്കുന്ന നവീന മതം മാത്രമേ തുടർന്നും വിശ്വസിക്കൂ എന്നതിനാലും നീലകണ്ഠന് മരണശിക്ഷ വിധിച്ചുകൊണ്ട് മഹാരാജാവ് തിരുമനസ് കൽപ്പനയാകുന്നു.
എന്റെ നാഥ, അങ്ങയിലുള്ള വിശ്വാസത്തിൽ ജീവിക്കാനും അതിനുവേണ്ടി മരിക്കുവാനും നീ തന്ന കൃപയോർത്ത് ഞാൻ നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും തുല്യരായി സൃഷ്ടിച്ചുവെന്ന് ദേവസഹായം പിള്ള വിശ്വസിച്ചു. ആ വിശ്വാസത്തിനു വേണ്ടി നിലകൊണ്ടപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി.